ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. എപ്പിസോഡ് ഇപ്പൊ വന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് കല്യാണി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമ്മ വരെയാണ്. അമ്മമ്മനെ കാണുമ്പോൾ തന്നെ കല്യാണി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അമ്മമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോൾ നമ്മുടെ അമ്മമ്മ പറയുന്നുണ്ട്, മോളെ പോയല്ലോടി മോളെ, നിന്റെ അമ്മ നമ്മളെ വിട്ട് പോയല്ലോടി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രകാശൻ ആ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മേ എന്ന് പറയാണ്. ആ പ്രകാശ, പോയല്ലോടാ ദീപ, നമ്മളെ വിട്ട് പോയല്ലോടാ എന്ന് പറയാണ്. ആ അതേമ്മേ, അത് ആലോചിക്കാത്ത ഒരു സമയം പോലും ഇല്ലമ്മേ. അല്ല, അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാ ഇറങ്ങിയത്? ഞാൻ ദേ ഇന്നാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോ തന്നെ കാണാൻ വേണ്ടി വന്നു. മരിച്ചു കിടക്കുന്ന ദീപനെ കാണാൻ എനിക്ക് പറ്റില്ലടാ. അവളുടെ ചിരിച്ച മുഖം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. മരിച്ചു കിടക്കണ കണ്ടാലേ പിന്നെ ജീവിതകാലം മുഴുവൻ എനിക്ക് ആ മുഖം മരിച്ചെടുക്കണത് മാത്രമേ എനിക്ക് ഓർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ഞാൻ കാണാൻ വരാതിരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോ കല്യാണി മോളെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ആ സമയത്ത് നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്, എന്താണ്, എന്ത് കഷ്ടമേ, നമ്മള് ദീപ അങ്ങനെ മരിച്ചല്ലോ അമ്മേ. അത് ആലോചിക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റുന്നില്ല. ഈ വിക്രത്തിനെ പോലെ ഒരു വൃത്തികെട്ടവനാണ് ദീപനെ കുത്തിയത് അല്ലേടാ? അതേ അമ്മേ. കാർത്തികയുടെ രണ്ടാനച്ഛനുണ്ടല്ലോ, രണ്ടാനച്ഛന്റെ മോനാണ് ഈ പറയുന്ന ഗംഗപ്രസാദ്. വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചവനാ. പക്ഷെ സ്വത്തുക്കൾക്ക് വേണ്ടി കൂടപ്പിറപ്പിനെയും സ്വന്തം അച്ഛനെ വരെ ഇല്ലാതാക്കാൻ മടിക്കാത്തവനവൻ. അവൻ ലക്ഷ്മീനെ കുത്താൻ വെച്ച കുത്ത ദീപക്ക് കൊണ്ടത്. ഞാനും ദീപയൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുമായിരുന്നമ്മേ. അവളെ സ്നേഹിച്ച് ഒരുപാട് നാള് ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാം പോയി. അവള് ജീവിച്ചിരുന്നപ്പോ നമുക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോടെ പ്രകാശ എന്ന് പറയാണ്. അതേ അമ്മേ എന്ന് പറയുമ്പോ കല്യാണി പൊട്ടിക്കരയാണ്. കല്യാണിയുടെ കരച്ചിൽ കഴിയുമ്പോ അമ്മൂമ്മ പറയുന്നുണ്ട്, മോളെ കല്യാണി നീ കരയണ്ട. ജീവിതത്തിൽ നല്ല സമയങ്ങളിലൂടെ കടന്നു പോയിട്ട് നിന്റെ അമ്മ മരിച്ചത്. നീ എപ്പോഴും അവൾക്കൊരു പ്രാർത്ഥന ഉണ്ടാവുള്ളൂ, നിന്നെ ഒരു നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന്. ആ സമയത്ത് ഞാനും എന്റെ മോനും പറയായിരുന്നു, പിന്നെ നിന്നെ കെട്ടാൻ രാജകുമാരൻ വരുമെന്ന്. അവസാനം വന്നില്ലേ? രാജകുമാരനെ പോലത്തെ ഒരു മരുമോൻ തന്നെ അവൾക്ക് കിട്ടിയില്ലേ? കിരൺ മോൻ. രാജകുമാരനെ പോലത്തെ ഒരു മരുമോനെ കിട്ടിയാൽ അവൾക്ക് സന്തോഷമായിരുന്നു. പിന്നെ അവസാന നിമിഷങ്ങളിൽ നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൾക്ക് അതിനേറെ സന്തോഷമായിരുന്നു. പക്ഷെ എന്ത് പറയാനാ, അത് അനുഭവിക്കാനുള്ള യോഗം അവൾക്ക് ഉണ്ടായില്ല. കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. 10-20 വർഷം ജീവിക്കേണ്ടവളായിരുന്നു. ഇങ്ങനെയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കിരൺ അങ്ങോട്ടേക്ക് വരുവാണ്. കിരൺ കണ്ണൊക്കെ നിറഞ്ഞിട്ടാട്ടോ വരുന്നത്. ആ അമ്മൂമ്മ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ മക്കളെ എന്ന് പറയാണ്. കല്യാണി മോളെ ഒന്ന് കാണണമെന്ന് തോന്നി, ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോ തന്നെ ഇങ്ങോട്ടേക്ക് ആദ്യം വന്നത്. എന്നാലും എന്നെ ഒന്നും വിളിക്കാതെ ദൈവം അവളെ വിളിച്ചല്ലോടാ മോനെ എന്ന് പറയുമ്പോ പ്രകാശം പറയുന്നുണ്ട്, അമ്മേ നമ്മളെ വിളിക്കാത്തതിനെ കാരണം എന്തറിയാവോ? നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടമ്മേ. നമ്മൾ അനുഭവിക്കാൻ ഇനിയും ഒരുപാട് ഉണ്ട്. പക്ഷെ ദീപ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന് പ്രിയപ്പെട്ടവളായതുകൊണ്ടായിരിക്കും അവളെ നേരത്തെ വിളിച്ചത് എന്ന് പറയാണ്. എന്നാലും എനിക്കത് സഹിക്കാൻ പറ്റുന്നെന്ന് പറയുമ്പോ കിരൺ പറയണ്ട, അമ്മ പേടിക്കണ്ട. അമ്മേനെ കൊന്ന അവനെ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയച്ചു. ആണോ മോനെ? സത്യമാണോ? അവനിപ്പൊ ഇല്ലേ? ഇല്ല അമ്മേ. അമ്മുമ്മേ എവിടെ ഇല്ല. പക്ഷെ അമ്മുമ്മ ഈ കാര്യം ആരോടും പറയരുത് കേട്ടോ. ഇല്ലില്ല, ഞാൻ ആരോടും പറയില്ല മോനെ. എന്തായാലും സന്തോഷമായി. മോൻ കല്യാണി മോളെ വിഷമിക്കാതെ നോക്കണം കേട്ടോ. അമ്മൂമ്മ പോവാ. അമ്മേ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? കല്യാണി മോളുടെ കൂടെ 2-3 ദിവസം നിക്കമ്മേ എന്ന് പ്രകാശം പറയുമ്പോ, ഇല്ലടാ, എനിക്ക് ഇവിടെ നിന്നാലേ ദീപയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അവൾ അടുത്ത് വരുന്ന പോലെ എനിക്ക് തോന്നുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ എനിക്ക് ദീപനെ കുറിച്ച് ആലോചിച്ച് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. വേണ്ട മക്കളെ, ഞാൻ വരാം എന്ന് പറയാണ്. അമ്മമ്മ കാലത്ത് വിവാഹത്തിന് വരില്ലേ എന്ന് കല്യാണി ചോദിക്കുമ്പോ, വരും, എന്തായാലും വരും. പക്ഷെ സൂക്ഷിക്കണം, അവന്റെ ആൾക്കാർ അവിടെ ഉണ്ടാവുമായിരിക്കും എന്ന് പറയുമ്പോ കിരൺ പറയണ്ട, അമ്മമ്മേ തല പോയി, ഇനി മറ്റുള്ളവരെ പേടിക്കണോ? എന്നാലും പേടിക്കണം മോനെ, നീ നന്നായിട്ട് പേടിക്കണം. കല്യാണി മോൾക്ക് ഇനിയൊരു ഇതുപോലത്തെ ഒരു ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ അവിടെ നിന്ന് പോകുവാട്ടോ. അപ്പൊ കിരൺ പറയുന്നുണ്ട്, പാവം നിന്റെ അമ്മമ്മ ആകെ വിഷമിച്ചാ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കിരൺ. നീ വിഷമിക്കല്ലേ കല്യാണി, ഒന്നും സംഭവിക്കില്ല, ആർക്കും ഒന്നും സംഭവിക്കില്ല ഇനി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് കല്യാണിനെയാണ്. കല്യാണി അവിടെ നേരെ പോണത് നമ്മുടെ നയനെ കാണാൻ വേണ്ടിട്ടാട്ടോ. നയന കല്യാണിനെ കാതെ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. നയനയുടെ അടുത്തേക്ക് കല്യാണി വരുന്നുണ്ട്. എന്താ നീ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞത് എന്ന് നയന ചോദിക്കുമ്പോ, അത് അവൻ പോയി, എന്റെ അമ്മേനെ കൊന്നവൻ തീർത്തു കളഞ്ഞു എന്ന് പറയാണ്. കിരണേട്ടനാണോ? അതെ, എനിക്ക് ഉറപ്പായിരുന്നു കല്യാണി കിരണേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന്. കാരണം നിന്റെ അമ്മ മരിച്ചു കിടന്നപ്പോ അമ്മേനെ എടുത്തപ്പോഴേക്കും നിന്റെ ഒരു കരച്ചിലുണ്ടായിരുന്നു. നീ എന്റെ മേത്ത് കിടന്നിട്ട് അന്ന് കരഞ്ഞ് തല കറങ്ങി വീണത്. ആ സമയത്ത് കിരണേട്ടൻ നിന്റെ ഒരു നോട്ടം നോക്കി, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായതാ കിരണേട്ടൻ ഇതിന് പകരം വീട്ടിരിക്കുമെന്ന്. അല്ല, അവൻ മരിച്ചെന്ന് ഉറപ്പാണോ? അതേന്നാ കിരണേട്ടൻ പറഞ്ഞത്. അവൻ മരിച്ചു കൊന്ന് ശവമായിട്ട് അവനെ കൊക്കയിലേക്ക് തള്ളി. അഥവാ ജീവനുണ്ടെങ്കിൽ അവനെ വന്യമൃഗങ്ങൾ കടിച്ചു തിന്നോളും. നന്നായി,
ഇതുപോലുള്ളവൻ ഇങ്ങനെ മരിക്കണത് തന്നെയാ നല്ലത് എന്ന് പറയാണ്. അല്ല ഇതാർത്ത് പറയേണ്ട കല്യാണി, പോലീസ് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഇത് കൊലപാതകം തന്നെയാണല്ലോ. ആരോടും ഞങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും കാർത്തികേച്ചിയുടെ വിവാഹം ഇനി സമാധാനത്തോടെ നടത്താം എല്ലാ കല്യാണി. അതെ, പക്ഷെ മനസ്സിന് ഒരു ഭയം പോലെ അവന്റെ ആൾക്കാർ പുറത്തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല കല്യാണി. ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോട്ടെ. ഈ സന്തോഷ വാർത്ത ആദർശേട്ടനെ എന്തായാലും പറയണം. നിന്റെ കിരണേട്ടനും എന്റെ ആദർശേട്ടനൊക്കെ ഒരുപോലെയാ. നമ്മുടെ സങ്കടം കണ്ട ആ സങ്കടം മാറ്റാൻ വേണ്ടി അവര് നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവാട്ടോ. കല്യാണിക്കും ഒരു സമാധാനം ആവാണ്. പിന്നെ കാണിക്കണ സ്റ്റെഫിനെയാണ്. സ്റ്റെഫി ഊണും ഉറക്കമൊന്നും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫിയുടെ കൂടെ ഒരു കൊലപ്പുള്ളി ജയിലിൽ കിടക്കുന്ന സ്റ്റെല്ലുണ്ട് കേട്ടോ. അപ്പൊ പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ട്, എടി പെൺകൊച്ചെ നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ? നീ അവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? എടി ഇങ്ങനത്തുള്ളവരൊക്കെ എന്തിനാണ് നീ പ്രണയിക്കാൻ പോയത്? അവൻ നട്ടലുള്ള ഒരു ആണായതുകൊണ്ട്. നട്ടിലുള്ള ആണുങ്ങളെ പ്രണയിച്ചാലേ ഇങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് നട്ടില് കൂടുതലായോണ്ടേ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അടിച്ചിടുകയൊക്കെ ചെയ്യും. എന്റെ ഭർത്താവ് അങ്ങനെയായിരുന്നു. അവസാനം അയാളെ കൊന്നിട്ടാ ഇവിടെ വന്ന് കിടക്കണത്. ഇടി നട്ടില് കുറച്ച് വളഞ്ഞമാരെ സ്നേഹിക്കണതാ നല്ലത്. നിന്നെ കണ്ട നല്ല കുടുംബത്തിലെ പോലെ ഉണ്ടല്ലോ. നിനക്ക് മാന്യവും മര്യാദക്ക് ജീവിക്കുന്ന ആരെങ്കിലും കെട്ടി സുഖമായിട്ട് ജീവിച്ചൂടെടി. എനിക്ക് എന്റെ ഗംഗനെ മാത്രം മതി. ഞാൻ ഗംഗനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എടി പെൺകൊച്ചെ, നിനക്ക് ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്. നീ ഇവിടുന്ന് പുറത്തിറങ്ങിയ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ നോക്കടി. എന്നിട്ട് കുഞ്ഞും കുടുംബമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. അതൊക്കെ നീ മനസ്സിലാക്കടി. ഞാൻ നിന്നോട് പറയേണ്ടത് പറഞ്ഞു. ഇതിന്റെ പേരിൽ നിനക്ക് എന്നോട് ദേഷ്യം വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ കിടക്കാട്ടോ. അപ്പോഴും സ്റ്റെഫീശ്വര എന്റെ ഗംഗ ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. പിന്നീട് കാണിക്കണ കല്യാണിനെയാണ്. കല്യാണി നല്ല ഉറക്കത്തിലുള്ള സമയത്ത് പെട്ടെന്നൊരു സ്വപ്നം കാണാണ്. ഗംഗപ്രസാദം മരത്തിന്റെ ചില്ലകൾക്ക് വള്ളികളിലൊക്കെ പിടിച്ചു തൂങ്ങി രക്ഷപ്പെടുന്നതായിട്ട് ഒരു സ്വപ്നം കാണും കേട്ടോ. കല്യാണി ചാടി എഴുന്നേക്കാണ്. കിരൺ പെട്ടെന്ന് എഴുന്നേക്കുന്നുണ്ട്. എന്തു പറ്റി കല്യാണി? അമ്മേനെ സ്വപ്നം കണ്ടോ? ഇല്ല കിരണേട്ട. കിരണേട്ട അവൻ ജീവനോടെ ഉണ്ടാവോ ഗംഗപ്രസാദ്? ഓ അപ്പൊ നീ അവനെയാ സ്വപ്നം കണ്ടേല്ലേ? അതേ കിരണേട്ട, അവൻ മരിച്ചിട്ടില്ലാത്ത പോലെ. എന്റെ കല്യാണി അവൻ മരിച്ചു. അത് അവന് കുറച്ച് ജീവനെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും വന്യമൃഗങ്ങൾ കടിച്ചു തിന്നോളും. നീ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കില്ല കല്യാണി. അവൻ തീർന്നു. എന്നാലും അവന്റെ കൂടെ നടക്കുന്നവരൊക്കെ പുറത്തുണ്ടാവും കിരണേട്ട. കാർത്തികേച്ചിയുടെ വിവാഹ ദിവസം ഓഡിറ്റോറിയത്തിൽ ചിലപ്പോ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ കൊണ്ടു വെച്ചിട്ടുണ്ടാവും. കിരണേട്ടനൊന്ന് നോക്കണേ. അതൊക്കെ നോക്കാൻ നമ്മുടെ ഹരിയേട്ടനും രതീഷും ബൈജും ഒക്കെ മിക്കപ്പോഴും അവിടെ ഉണ്ട്. അവിടെ അങ്ങനെ ഒന്നുമില്ല കല്യാണി. നീ ടെൻഷൻ ആവണ്ട, ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയാണ്. എനിക്കെന്തോ എന്റെ മനസ്സ് തോന്നുന്നു അവൻ മരിച്ചിട്ടുണ്ടാവില്ലെന്ന്. കല്യാണി, ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയല്ല. അവനെ ആ രീതിയിൽ ഉന്തി തള്ളിയിട്ടാ ഞാൻ കൊക്കയിലേക്ക് തള്ളിയത്. അവൻ മരിച്ചു കാണും കല്യാണി. നീ വിഷമിക്കണ്ട, നീ കിടന്നുറങ്ങിക്കോ എന്ന് കിരൺ പറയണ്ട്. കല്യാണി അങ്ങനെ തന്നെ കിടക്കാണ്. അതിനുശേഷം കാണിക്കണ ഗംഗപ്രസാദിനെയാണ്. അയാൾ മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അയാളൊരു മരത്തിന്റെ തണലിൽ മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഒരു കാട്ടിലൊരാള് വരുന്നുണ്ട് അതിലെ കൂടി. അപ്പൊ ഒരു ആദിവാസിയാണ്. അയാൾ ഗംഗപ്രസാദിനെ കാണുമ്പോൾ തന്നെ ഈശ്വര ഇത് ആരായി കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഗംഗയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഹൃദയമിടിപ്പോ നാടിയിടിപ്പോ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വെയിൻസിൽ മനസ്സിലാവുന്നുണ്ട്, ആഹാ ഇയാൾക്ക് ജീവനുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് മൂപ്പന്റെ അടുത്തേക്ക് പറയണം, എന്നിട്ട് അവരെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അയാൾ ഓടി മൂപ്പന്റെ അടുത്തേക്ക് പോവാട്ടെ, ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ടെന്ന് പറയാനായിട്ട്. അങ്ങനെ അയാൾ ഓടിപ്പോകുമ്പോ ഗംഗപ്രസാദ് ഇങ്ങനെ കിടക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.